ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഫ്ലവർ വേസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. പഴയ ഒരു ബോട്ടിലിൻ്റെ ബോക്സാണ്, അതാണ് കുറച്ച് നീളമുള്ളത്. അങ്ങനെയുള്ള ബോക്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിനകത്ത് ഞാൻ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം മാർക്കർ വെച്ച് വരച്ചു, എന്നിട്ട് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഫെവിക്കോൾ വെച്ച് നേരിട്ടങ്ങ് ചെയ്തതാണ് കേട്ടോ. ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആക്രിലിക് കളറാണ്. 20 റുപ്പീസാണ് 50 ml റേറ്റ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഒരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു ബോക്സ് ഫുള്ളും ബ്രഷ് വെച്ചിട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നതും ഫെവിക്കോൾ വെച്ചിട്ട് ഇത് വൂളൻ ത്രെഡ് ഒട്ടിക്കുന്നതൊക്കെ വീഡിയോ എടുത്തതാണ്. അവസാനം ഞാനതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഡിലീറ്റ് ആയി പോയിട്ടോ. ഇതേപോലെ ഒത്തിരി എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ആയി പോകും, ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ ചെയ്ത ഡിസൈൻ തന്നെ വേണമെന്നില്ല, അതുപോലെ കളറ് നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് കുറച്ച് കൊടുത്തില്ല. അവിടെ ഞാൻ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു നെക്കിൻ്റെ ഭാഗം ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു കോട്ടേ കൊടുത്തോളൂ, അതിൻ്റേത് കാണാനും ഉണ്ട് കേട്ടോ. ഇനി ഞാൻ വാട്ടർ മെലണിൻ്റെ സീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ള പെയിൻ്റൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സീഡ്സൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. കുഞ്ഞ് സീഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ വീണ് കിടക്കുന്ന തെങ്ങിൻ്റെ പൂക്കളില്ലേ, അത് പറക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അതുപോലെ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മളൊരു ആൻറ്റിക് ഫ്ലവർ പോട്ടായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് കോട്ടായിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ലെയർ കവർ ചെയ്യാം, വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ സീഡ്സ് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. എല്ലാം കൂടെ കാണിച്ച് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. അങ്ങനെ സീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് സീഡ്സ് ഒട്ടിച്ചപ്പോൾ പെയിൻ്റൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവിടെയൊക്കെ പിടിച്ച് പെയിൻ്റൊക്കെ പോയി. എന്നാലും നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ വൂളൻ ത്രെഡ് ചുറ്റുന്നെന്ന്, ഒരു ലെയർ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് വൂളൻ ത്രെഡ് എടുക്കണമെന്നൊന്നുമില്ല. ചണം വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ വേറെന്താണ്, നമ്മൾ ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിടാനായിട്ട് ഉപയോഗിക്കുന്ന കയറുണ്ടാവില്ലേ, അത് യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാണുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം.
നിങ്ങൾക്ക് ഈ അടിയിലും മുകളിലും ലൈൻ ത്രെഡ് ഒട്ടിക്കുന്ന പരിപാടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സെക്കൻഡ് കോട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്, നല്ലൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ സ്പോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പെയിൻറ്റ് പറ്റാതെ വരുവാണെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് കോട്ടും ബ്രഷ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ സെക്കൻഡ് കോട്ട് ഉണങ്ങി നന്നായിട്ട് ഉണക്കണം, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ബ്ലാക്ക് ആയി പോകും, പിന്നെ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പർ യൂസ് ചെയ്യാം, സിൽവർ കളർ യൂസ് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേൾ കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഗോൾഡൻ കളർ വെച്ചിട്ട് ഞാൻ കൊടുത്തതൊന്നും വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ നേരിട്ടാണ് നല്ല രസമുണ്ട്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്ലവർ പോട്ടിൻ്റെ ലുക്കുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പൊക്കി പറയാമെന്ന് വിചാരിക്കല്ല്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഹോമിയോ ഗുളിക മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോട്ടിലില്ലേ, അതിനകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ് അത് കാണാൻ, പല പല കളേഴ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇനി ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന സ്ക്വയർ ഷേപ്പ് പോലത്തെ ഫ്ലവർ വേസ് കാണത്തില്ലേ, അതേപോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അതിനകത്ത് വെച്ച ഫ്ലവർ കുറച്ച് നീളം കുറഞ്ഞ ടൈപ്പ് ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഫ്ലവർ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈർക്കിലൊക്കെ ചെയ്ത ഫ്ലവേഴ്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.